ഇന്നൊരു തട്ടിക്കൂട്ടൽ അവിയലും പാലക്ക് തോരനും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അവിയലിനാണെങ്കിൽ ഞാൻ കിട്ടിയ പച്ചക്കറിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചേനയും പച്ചക്കായും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ കാസർഗോഡുകാർ എപ്പോഴും അവിയൽ ചേർക്കുന്ന പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് പച്ചക്കറി ആയതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണം പാവയ്ക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് പച്ചക്കറി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒരു പാവയ്ക്ക അതിൻ്റെ കൂടെ ചേർത്തിട്ട് പുളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് വഴുതനങ്ങ വെണ്ടയ്ക്കയൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡുകാരുടെ രീതിയാണ് അവിയലിൽ പാവയ്ക്ക ചേർക്കുന്നത്. അത് പുളിയും കയ്പും കൂടിയിട്ട് ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ അവിയലിന് ഉണ്ടാകുന്നത്. നല്ല സൂപ്പറാണ്. ട്രൈ ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ അവിയലിൽ തൈര് ചേർക്കാത്തതും കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി അരച്ചിട്ടല്ല കേട്ടോ, ഒന്ന് മുതിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിയലൊന്ന് തിളച്ച് വന്ന ശേഷം അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് തണുത്ത ശേഷം നമ്മൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കട്ടയായതുകൊണ്ട് ഇങ്ങനെ പീസാക്കി എടുത്തിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ഞാൻ പാലക്ക് തോരനും റെഡിയാക്കിയിട്ടുണ്ട്.